ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് റോണി ഡേവിഡ് രാജ് ഒരു ബൈറ്റ് പറയുന്നുണ്ട്. അതായത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഷൈൻ പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ നോക്കി 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 എൻ്റെ പിന്നാലെ നടന്ന് പോയടാ, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ചെവിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിങ്ങി 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 പൊട്ടിക്കറിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് റോണി പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ, എന്തൊക്കെ വന്നാലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇതൊക്കെ താൽക്കാലിക ലഹരി മാത്രമാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു ഡ്രഗ് ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് കളഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? അല്ല, ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിത് നീ ഇപ്പം വൈകി ഇപ്പൊ ഷൈൻ്റെ കേസിലായിക്കോട്ടെ, ഇപ്പൊ ബാസിയുടെ കേസിലായിക്കോട്ടെ, ബാസി എൻ്റെ അടുത്ത സുഹൃത്താണ്, ഷൈനെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇവരൊക്കെ സിനിമയിലും ഈ ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ വന്നതിന് ശേഷം സിനിമയിൽ ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഇതിലോട്ട് അഡിക്ഷനിലോട്ട് പോയത്. മനസ്സിലായില്ലേ? എൻ്റെ കേസിൽ അതല്ല. ഞാൻ വളരെ നിങ്ങളൊക്കെ ഇപ്പം നീ സ്കൂളിൽ പോയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നീ LKG ഇട്ട് പോയിരുന്ന സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നേരത്തെ അതൊക്കെ നമ്മുടെ ആ സമയത്തുള്ള ജീവിതം, നമ്മുടെ സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം, നമ്മൾ വളർന്ന സ്ഥലത്തിൻ്റെയും കൂടെയാണ്. അപ്പം വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാരണം ഇത് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും, അല്ലേ? നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും. ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് തന്നെ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിന്നോടൊരു കാര്യം ഒരാൾ പറയുന്നു ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ അത് ചെയ്യും. നിനക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ വീണ്ടും ചെയ്യും. അത് തന്നെയാണ് ഞാൻ എൻ്റെ ആയ പ്രായത്തിൽ ഞാൻ ചെയ്തത്. എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നീ ഇത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ പലരും പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചു. ഇത് നമുക്ക് സ്വയം തോന്നണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അന്ന് അച്ഛനും അമ്മയൊന്നും നമ്മളെ ഇല്ല കൂടെ. ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം എത്രയോ വർഷങ്ങൾ, 4-5 വർഷം ഞാൻ അച്ഛനമ്മയൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അച്ഛനമ്മയിലും കൂടെ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നു. ആ ഫ്രീഡത്തിനെ നമ്മൾ മാക്സിമം മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന സെറ്റ് ബാക്സിലൂടെയും കാരണം ഇതിനോടൊപ്പം നമുക്ക് നഷ്ടമായത് വിദ്യാഭ്യാസം, പ്രണയം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കൂട്ടുകാർക്കിടയിലുള്ള ഫ്രിക്ഷൻ, ആരോഗ്യം, കൂടെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, ആക്സിഡൻസ്, ഇങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രണയിച്ച കുട്ടിയുടെ വിവാഹം, ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഈ പറയുന്ന അഡിക്ഷനൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു തിരിച്ചറിവ് നമുക്കൊരു പോയിന്റിൽ കിട്ടും. ഓക്കെ, ആ റിയാലിറ്റി ചെക്ക് എനിക്ക് വളരെ നേരത്തെ കിട്ടി. മനസ്സിലായില്ലേ? ഷൈൻ്റെ കേസിലും എടുത്തു പറയുന്ന ആൾക്കാരുടെ കേസിലൊക്കെ തന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇതിന് അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അത് അവർക്ക് അവരുടെ പ്രായത്തിൽ അവർക്കും കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്സ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഈ ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്, അവർക്കുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവർക്കുണ്ടായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടും ഈ അഡിക്ഷൻ വരാം. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിൽ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയത് അപ്പം ഞാൻ എൻ്റെ ആയ കാലത്ത് നിർത്തിക്കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിർത്തിയ സാധനമായിട്ട് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടില്ല. ഇതിന്റെ ഡീമെറിറ്റ്സ് ഒക്കെ നമുക്കറിയാം, ശരീരത്തിന് എത്രമാത്രം ഇത് ചെയ്യുന്നത് നമുക്കറിയാം. പെട്ടെന്ന് ഒരു ദിവസം ഓവർനൈറ്റ് ഞാൻ നിർത്തിയേക്കാന്ന് വെച്ചാൽ നിനക്ക് നിർത്താനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല ഇത്. നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, അത്രമാത്രം വിൽ പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത് അടിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. കിട്ടി നിർത്തി. പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാനുള്ള, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷൈൻ്റെ കേസിൽ അച്ഛൻ റോണി പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും മോശാരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമയായിരുന്നു. ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല? ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ അച്ഛനൊക്കെ വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷനൊക്കെ നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് റിയാലിറ്റിയിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ അന്നും ഉണ്ടായിരുന്നു.
അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അന്ന് സിന്തറ്റിക് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റും ഈ സാധനങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര വർഷങ്ങളായിട്ട് ഈ ലഹരിയും വെള്ളവും മദ്യവും സിഗരറ്റും ഇതൊക്കെ ഉണ്ട്. ഇത് നിന്റെ ചോയ്സ് അല്ലേ, നീ ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ അച്ഛൻ്റെ സർക്കാസം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തമാശ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വിഷനിലൊരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, രാജീവ് രവി നിങ്ങളുടെ സിനിമകളൊക്കെ രാഷ്ട്രീയ സിനിമകളാണ്, എനിക്ക് ദേഷ്യം തോന്നുന്നു, എനിക്ക് വേദന തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് എന്ന ഒരു കമന്റ് പറഞ്ഞു. എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സാർ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയാണ്, ആൾക്ക് ദേഷ്യം തോന്നാൻ കാരണം ചിലപ്പോൾ രാജീവ് രവിനെ എൻ്റെ സിനിമകളെങ്ങാൻ പിടിച്ച് കടിച്ചിട്ടുണ്ടാവുന്ന. അതങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിക്കുക, നമ്മളും ചിരിക്കുകയാണ്. അത്രയും സീരിയസ് ആയിട്ടൊരു വിമർശനത്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലൊരു മറുപടി കൊടുക്കണത്. ഇത് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഞാൻ ചേട്ടനത് ഒരു നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓരോ ആൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, പുള്ളിക്ക് ഒരു രീതി ഉണ്ടാവും, പുള്ളിയുടെ ഒരു സ്റ്റൈല് പറയാണ്, പുള്ളിയുടെ സംസാരിക്കുന്ന രീതി പറയാണ്, പുള്ളിയുടെ തമാശ പറയാണ്, പുള്ളിയുടെ എബിലിറ്റീസ്, അതൊക്കെ പുള്ളി ജീവിച്ച് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ പറയാണ്. ഞാൻ ജീവിച്ച് വളർന്നതും ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പുള്ളിയിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയോ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളി എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുമാണ് എന്നെ ഞാനിപ്പോൾ എന്താണെന്നോ ഉള്ളത്. അപ്പം അത് ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും, അച്ഛന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും, അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, അച്ഛനും ഞാനുമായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ 1-2 വർഷം ഒരുമിച്ചുണ്ടായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ കൂടുതൽ നിൽക്കുന്നതും, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ വരുന്നതൊക്കെ ഈ സമയത്താണ്. പക്ഷെ ഞാൻ ചേട്ടാ എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ ഉണ്ടാവില്ലേ? ലൈഫിനെ പറ്റി, പ്രണയത്തെ പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ ഒരു കോൺവെർസേഷൻ ഇല്ല. അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി കൊടുത്ത് പുള്ളി അതിനെ കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിട്ടു ആ കോൺവെർസേഷനെ. അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രാമയല്ലോ, അത് മറ്റേ ഫയറാണല്ലോ. ഞാൻ മകളുടെ കാര്യം ചോദിക്കട്ടെ, മകളിനെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ ഉപദേശിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്നും നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ കാരണം പുതിയ ജനറേഷനിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ചിന്താഗതി, അപ്പൊ അതൊന്നും പരുവപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയണ്ടേ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, അവർക്കൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യും അരങ്ങ് വരുന്ന സമയത്ത്. ഞാൻ പറയും അതൊന്നും ചെയ്യും, നമ്മള് ഷെയറിങ് ചില ബേസിക് കാര്യങ്ങളുണ്ട്.